ഹായ് ഓൾ. രാജ്യസേവനം എന്ന് പറയുന്നത് വെറുമൊരു ജോലിയല്ല, അതൊരു വികാരമാണ്, അഭിമാനമാണ്. ഇന്ത്യൻ കരസേനയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾക്കായി ഇതാ ഒരു സുവർണാവസരം. 2026 അഗ്നിവീർ ജനറൽ ഡ്യൂട്ടി വനിതാ തസ്തികയിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചു കഴിഞ്ഞു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ കൂടുതൽ വ്യക്തമായ മാനദണ്ഡങ്ങളും ആകർഷകമായ ആനുകൂല്യങ്ങളുമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. യോഗ്യതകൾ എന്തൊക്കെയാണ്? ശമ്പളം എത്ര കിട്ടും? 4 വർഷത്തിന് ശേഷം നിങ്ങളുടെ കരിയർ എങ്ങനെയുണ്ടാകും? ഇതിനെക്കുറിച്ചെല്ലാം വിശദമായി നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ആദ്യം തന്നെ ആർക്കൊക്കെ അപേക്ഷിക്കാമെന്ന് നോക്കാം. ഏറ്റവും ചുരുങ്ങിയ വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ് ആണ്. ഓരോ വിഷയത്തിനും കുറഞ്ഞത് 33% മാർക്ക് വേണം. മൊത്തത്തിൽ 45% മാർക്കും നിർബന്ധമാണ്. ഇനി പ്രായത്തിന്റെ കാര്യം. 17.5 വയസ്സ് മുതൽ 21 വയസ്സ് വരെയാണ് പ്രായപരിധി. അതായത് 2005 ഒക്ടോബർ 1-നും 2009 ഏപ്രിൽ 1-നും ഇടയിൽ ജനിച്ചവർക്ക് ധൈര്യമായി അപേക്ഷിക്കാം. യൂണിഫോം ഇടണമെങ്കിൽ ശാരീരിക ക്ഷമതയും പ്രധാനമാണല്ലോ. കുറഞ്ഞത് 162 സെന്റിമീറ്റർ ഉയരം അപേക്ഷകർക്ക് ഉണ്ടായിരിക്കണം. അടുത്തത് എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ശമ്പളത്തിന്റെ കാര്യമാണ്. 4 വർഷത്തെ സേവനമാണ് അഗ്നിവീർ പദ്ധതിയിലുള്ളത്. 1-ാം വർഷം 30,000 രൂപയിൽ തുടങ്ങുന്ന ശമ്പളം 4-ാം വർഷം എത്തുമ്പോൾ 40,000 രൂപയായി വർദ്ധിക്കും. ഇവിടെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങളുടെ ശമ്പളത്തിന്റെ 30% സേവാനിധി എന്ന ഫണ്ടിലേക്ക് മാറ്റും. അത്രയും തന്നെ തുക കേന്ദ്ര സർക്കാരും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നൽകും. അങ്ങനെ 4 വർഷം കഴിഞ്ഞ് നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ പലിശയടക്കം ഏകദേശം 10,04,000 രൂപ ഒറ്റത്തവണയായി കയ്യിൽ കിട്ടും. ഇതിന് ടാക്സ് കൊടുക്കേണ്ടതില്ല എന്നതും വലിയൊരു ലാഭമാണ്. സുരക്ഷയുടെ കാര്യത്തിലും വിട്ടുവീഴ്ചയില്ല. സേവന കാലയളവിൽ നിങ്ങൾക്ക് 48 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷയുണ്ടായിരിക്കും. ഇതിനായി നിങ്ങൾ 1 രൂപ പോലും പ്രീമിയം അടക്കേണ്ടതില്ല. എന്നാൽ ഓർക്കുക, സാധാരണ സൈനികർക്കുള്ള പെൻഷനോ ഗ്രാറ്റുവിറ്റിയോ അഗ്നിവീറുകൾക്ക് ലഭ്യമല്ല. ഇനി തിരഞ്ഞെടുപ്പ് എങ്ങനെയാണെന്ന് നോക്കിയാലോ. 2 ഘട്ടങ്ങളാണുള്ളത്. ആദ്യത്തേത് ഓൺലൈൻ വഴിയുള്ള ഒരു എൻട്രൻസ് പരീക്ഷയാണ്. ഇതിന് 280 രൂപയാണ് അപേക്ഷാ ഫീസ്. ഈ പരീക്ഷ ജയിക്കുന്നവരെയാണ് കായികക്ഷമതാ പരീക്ഷയ്ക്ക് വിളിക്കുക. ഇവിടെ NCC സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും സ്പോർട്സ് താരങ്ങൾക്കും ബോണസ് മാർക്കുകൾ ലഭിക്കും. അതുകൊണ്ട് ആ സർട്ടിഫിക്കറ്റുകൾ കയ്യിലുള്ളവർ അത് കൃത്യമായി ഉപയോഗിക്കുക. കായിക പരീക്ഷയിൽ അല്പം കടുപ്പമാണ്, പക്ഷെ പരിശീലിച്ചാൽ ആർക്കും നേടാവുന്നതേയുള്ളൂ. 10 പുള്ളപ്സ് ചെയ്താൽ 40 മാർക്കും. ഇത് കൂടാതെ 10 അടി ലോങ് ജമ്പും 3 അടി ഹൈ ജമ്പും നിങ്ങൾ ക്വാളിഫൈ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോഴേ പരിശീലനം തുടങ്ങിയാൽ സംഗതി സിമ്പിളാണ്. പലരും ചോദിക്കാറുണ്ട് 4 വർഷം കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുമെന്ന്. പേടിക്കേണ്ട, നിങ്ങൾ പുറത്തിറങ്ങുന്നത് അഗ്നിവീർ സ്കിൽ സർട്ടിഫിക്കറ്റുമായിട്ടാണ്. ഇത് സിവിൽ ജോലികൾ കിട്ടാൻ നിങ്ങളെ ഒരുപാട് സഹായിക്കും. 10ാം ക്ലാസ് കഴിഞ്ഞ് ആർമിയിൽ ചേരുന്നവർക്ക് സേവനം തീരുമ്പോൾ +2 തുല്യമായ സർട്ടിഫിക്കറ്റും ലഭിക്കും. ഇനി സ്വന്തമായി ബിസിനസ് തുടങ്ങാനാണോ താല്പര്യം? സേവാനിധി തുകയുടെ അടിസ്ഥാനത്തിൽ ബാങ്കുകൾ നിങ്ങൾക്ക് കുറഞ്ഞ പലിശയ്ക്ക് ലോൺ നൽകും. അപ്പോൾ ഇനി വൈകിക്കണോ? രാജ്യത്തിന് വേണ്ടി പോരാടാനും കരുത്തുറ്റ ഒരു കരിയർ കെട്ടിപ്പടുക്കാനും ആഗ്രഹിക്കുന്നവർക്ക് ഉടൻ തന്നെ joinindianarmy.nic.in എന്ന വെബ്സൈറ്റ് വഴി ഏപ്രിൽ 1 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. ഈ മികച്ച അവസരം പാഴാക്കരുത്. ഏവർക്കും ആശംസകൾ.